ഭാരതത്തിന് ഏർപ്പെടുത്തിയ ഇറക്കുമതി താരിഫിൽ കുറവ് വരുത്തി ഡൊണാൾഡ് ട്രംപ്. നിലവിലെ താരിഫ് 10% കുറച്ചു. ജൂലൈ 24-ന് നേരത്തെ നിലനിന്നിരുന്ന താരിഫ് കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് പുതുക്കിയ നിരക്ക് പ്രഖ്യാപിച്ചത്. ഭാരതം ഉൾപ്പെടെ 17ഓളം രാജ്യങ്ങൾ 10% താരിഫിന്റെ പരിധിയിൽ ഉൾപ്പെടും. ഐസൻ, ഈ വാർത്തയുടെ വിവരങ്ങൾ കൂടി. പക്ഷേ 12.5% താരിഫാണ് നേരത്തെ, അതായത് നിലവിലുണ്ടായിരുന്നത്. ഇന്ന് അത് അവസാനിക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പുതുക്കിയ താരിഫ് നിരക്കുകൾ പ്രഖ്യാപിച്ചത്. പുതുക്കിയ താരിഫ് നിരക്കുകൾ പ്രഖ്യാപിച്ച 60 രാജ്യങ്ങളിൽ 17 രാജ്യങ്ങൾക്കാണ് 10% താരിഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ 10% താരിഫ് പ്രഖ്യാപിച്ച രാജ്യങ്ങളിൽ ബംഗ്ലാദേശ്, ഭാരതം, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 12% താരിഫിൽ നിന്ന് 10%ആക്കി ചുരുക്കുന്ന ഒരു നീക്കം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതായത് ഭാരതത്തിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന, അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ 10% അധിക താരിഫ് ചുമത്തുക എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു വിശദീകരണം യു എസിന്റെ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ താരിഫ് കുറയ്ക്കുന്നതിന് പല അനുകൂല ഘടകങ്ങളും ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ ഭാരതത്തിന് പ്രതീക്ഷ നൽകുന്ന, ഭാരതത്തിന് ഉറപ്പ് നൽകുന്ന ചില നിലപാടുകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യ US സ്വതന്ത്ര വ്യാപാര ധാരണ നടപ്പാകാനിരിക്കുന്നു എന്നൊരു വസ്തുതയാണ്. ഒരുപക്ഷെ സ്വതന്ത്ര വ്യാപാര ധാരണ നടപ്പാകുമ്പോൾ ഈ 10% ഇല്ലാതാകാനുള്ള സാധ്യതയുണ്ട് എന്നതും മറ്റൊരു വസ്തുതയാണ്. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ പുതുക്കി നിശ്ചയിച്ച താരിഫുകളിൽ കുറവ് വരുത്തുകയാണ് ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ചെയ്തത്. 17 രാജ്യങ്ങളുടെ താരിഫാണ് 10%ആക്കി അദ്ദേഹം നിലനിർത്തിയിരിക്കുന്നത്. ബാക്കി മൊത്തം 60 രാജ്യങ്ങളിൽ 17 രാജ്യങ്ങൾക്ക് 10% താരിഫും, ബാക്കിയുള്ള രാജ്യങ്ങൾക്ക്, അതായത് ഏതാണ്ട് 43ഓളം രാജ്യങ്ങൾക്ക് 12.5%വുമാണ് താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശരി, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.